നമുക്ക് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനമാണ്. അതിൻ്റെ 15-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് സമയമെടുക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശുവിൽ എനിക്ക് ദൈവസംബന്ധമായി പ്രശംസയുണ്ട്. എനിക്ക് പ്രശംസിക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നല്ല ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പൗലോസ് അപ്പോസ്തലനെ നാം ശ്രദ്ധിച്ചാൽ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളുടെയും മഹത്വം ദൈവത്തിന് കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. താൻ ലേഖനം എഴുതുമ്പോൾ ഒരിടത്ത് ഞാൻ ഏറെ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. മനുഷ്യർക്ക് ഉള്ള ഒരു പൊതുവായിട്ടുള്ള പ്രവണത എന്ന് പറയുന്നത് അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു മഹത്വം അവർ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ദൈവമാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ മഹത്വം നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് ഒരിക്കലും കഴിയുന്നതല്ല. അത് വളരെ ഭോഷത്വമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിൽ നിന്നുളവാകുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് മഹത്വം എടുക്കുവാനായിട്ട് കഴിയും. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഒരേ കാര്യം തന്നെ ദൈവാത്മാവിനാൽ പ്രേരിതമായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ തീരുമാനിച്ചുറച്ച് നമുക്ക് പല കാര്യങ്ങളും പലർക്കും ചെയ്യുവാനായിട്ട് കഴിയും. എന്നാൽ ഇത് രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസമാണ് ദൈവസന്നിധിയിലുള്ളത്. ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് ദൈവസന്നിധിയിൽ പ്രതിഫലവും അതുപോലെ തന്നെ ദൈവത്തിന് മഹത്വവുമായി വരുന്നത്. അതിൽ ഒരിക്കലും നമുക്ക് പ്രശംസ എടുക്കുവാനായിട്ട് സാധിക്കുന്നതുമല്ല. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുയേശുവിൽ എനിക്ക് ദൈവസംബന്ധമായ പ്രശംസയുണ്ട്, അതല്ലാതെ യാതൊരു പ്രശംസയും പൗലോസ് അപ്പോസ്തലന് ഇല്ല എന്നാണ്. താൻ ഗലാത്യർക്കാരെന്നാണെന്ന് തോന്നുന്നു ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കുവാൻ ഇടവരരുത്. അപ്പോൾ പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ്റെ ഇതേ മനോഭാവം നമുക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഞാൻ ഭയപ്പെടാറുള്ള ഒരു കാര്യം, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയോ അല്ല എങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒക്കെ പലപ്പോഴും ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പ്രശംസ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു മനോഭാവമാണ്. നമ്മളിലൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ മഹത്വം ദൈവത്തിന്. തുടർന്നുള്ള വാക്യവും അതുതന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 18-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് അല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. ഇവിടെ ദൈവസംബന്ധമായ പ്രശംസയുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനൊരു വിശദീകരണമാണ് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ക്രിസ്തു ഞാൻ മുഖാന്തരം എന്ന് പറയുമ്പോൾ ഞാനല്ല അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. ക്രിസ്തുവാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മുഖാന്തരമായിട്ട് ചാലകമായിട്ട് എന്നെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ അപ്പോസ്തലൻ പറയുന്നത്. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും. അപ്പോൾ ക്രിസ്തു വചനത്താലും പ്രവൃത്തിയാലും എന്നിലൂടെ, അല്ലെങ്കിൽ ഞാൻ മുഖാന്തരം. പിന്നെ വീണ്ടും പറയുന്നത് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും. അപ്പോൾ എൻ്റെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ആത്മീയമായിട്ടുള്ള ഔന്നത്യം കൊണ്ട് ഞാൻ കുറേ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തു എന്നല്ല, മറിച്ച് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി എന്ന് പറയുമ്പോൾ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും പൗലോസ് അപ്പോസ്തലനിലൂടെ പ്രവർത്തിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് അവിടെ കാണുന്നത്. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു മുഖാന്തരം എന്നുള്ളതിനപ്പുറം യാതൊരു വക പ്രശംസയും എടുക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്രിസ്തുയേശു എന്ന് ക്രിസ്തു എന്ന് നാം വായിക്കുന്നുണ്ട്.
വചനത്താലും പ്രവൃത്തിയാലും, ക്രിസ്തു വചനത്താലും പ്രവൃത്തിയാലും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് എന്ന് വായിക്കുന്നുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് തനിക്ക് ഒന്നും പറയുവാനായിട്ടില്ല. അതെല്ലാം ദൈവത്തിന്, ത്രിയേക ദൈവത്തിനാണ് എല്ലാ മഹത്വവും ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മളുടെ പ്രവർത്തനങ്ങളുടെ മഹത്വം പലപ്പോഴും അതെടുക്കാനായിട്ടുള്ളൊരു പ്രവണത നമുക്കുണ്ട്. നമുക്കുള്ളതിനെയോ ഇല്ലാത്തതിനെയോ ഒക്കെ നമ്മളുടെ പ്രശംസയായിട്ട് നാം കൊണ്ടു നടക്കാറുണ്ട്. പലപ്പോഴും പലരോടും അങ്ങനെ വലിയ പ്രശംസ നമ്മൾ നടത്താറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അതൊന്നും ദൈവം മുമ്പാകെ യാതൊരു വക യോഗ്യതയുള്ള കാര്യങ്ങളല്ല. നമ്മളുടെ പ്രവൃത്തികളൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് നമ്മളെയാണ് ആവശ്യം. നമ്മളിലൂടെ പ്രവർത്തിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഇന്ന് ക്രിസ്തീയ ലോകത്ത് ആളുകളുടെ പ്രവണത, വിശ്വാസികളുടെ പ്രവണത എന്ന് പറയുന്നത് പ്രവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ പ്രവർത്തനം വേണം, പ്രവൃത്തി വേണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മളുടേതായിട്ടുള്ള പ്രവൃത്തി അല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. മറിച്ച് നമ്മളിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയും അത് ദൈവത്തിൽ കായ്ക്കുന്നതായിട്ടുള്ളൊരു ഫലമായിട്ട് തീരുകയും ചെയ്യുമ്പോഴാണ് അതിൽ ദൈവത്തിൻ്റെ പ്രസാദമുള്ളത്. നമ്മൾ ഇങ്ങനെ വായിച്ചു, എന്നെ വിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്നാണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം. നമ്മൾ ദൈവത്തെ വിട്ടിട്ട് ഈ ലോകത്തിൽ ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അന്യഗ്രഹങ്ങളിൽ പോകുന്നവരുണ്ട്, വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരുണ്ട്, വലിയ ഉത്തമമായ അല്ലെങ്കിൽ ഉത്തമമായതെന്നുള്ളതല്ല, ലോകത്തിന് മുമ്പാകെ ഉന്നതമായിട്ടുള്ള പല തലങ്ങളിലും എത്തപ്പെടുന്നതായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ വചനം പറയുന്നത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് പ്രസാദം വരുന്നതായിട്ടുള്ള യാതൊരു പ്രവൃത്തികളും നമ്മളിലൂടെ വരികയല്ല, അത് ക്രിസ്തു നാം മുഖാന്തരം ചെയ്യുകയാണ്. അങ്ങനെ ക്രിസ്തു നമ്മളിലൂടെ പ്രവർത്തിക്കാനായിട്ട് നാം ഒരു മുഖാന്തരമായിട്ട് തീരത്തക്ക വിധത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മെ തന്നെ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് ഉപയോഗിക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇത് നാം വളരെയേറെ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഓർക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ചേറെ പ്രവൃത്തികൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം, മനുഷ്യരെയും പ്രസാദിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നതായ, അങ്ങനെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മളിൽ നിന്നുള്ള ഒരു പ്രവൃത്തിയും, അതിനെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത് നിങ്ങളുടെ സൽപ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെയാണ് എന്നാണ്. അപ്പോൾ നമ്മളിൽ നിന്നുളവാകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ജഡത്തിൽ നിന്നുളവാകുന്നത് ദൈവത്തിനൊട്ടും പ്രസാദകരമല്ല. കാരണം നമ്മുടെ ജഡം അങ്ങനെ ദൈവപ്രസാദമായി ചെയ്യുവാനായിട്ട് അതിൽ തന്നെ യാതൊരു വക യോഗ്യതയും ഇല്ലാത്തതാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം. ഈ ഒരു കാര്യം പോലും ഇത് എത്രയോ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിശ്വാസ സത്യമാണ്, ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ വഴിയാണ്, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതമാണ്. ഇതുപോലും ഇന്ന് മനസ്സിലാക്കുവാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയത് പഠിപ്പിക്കുവാൻ ഇന്ന് ലോകത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും അവരവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് തുനിയുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു രീതിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട്. എന്താണ് അവിടെ ഈ ജാതികളുടെ അനുസരണത്തിനായിട്ട് എന്ന് പറയുവാനായിട്ടുള്ള കാരണം? നമുക്ക് വേണമെങ്കിൽ ഈ അനുസരണത്തിനായിട്ട് എന്നുള്ള വാക്ക് മാറ്റി അവിടെ വേറെ വാക്കുകൾ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ രക്ഷയ്ക്കായിട്ട്. 100% അത് ശരിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ വിശ്വാസത്തിനായിട്ട്. അതും ശരിയാണ്. ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 100% ശരിയാണ്. പക്ഷേ ഇവിടെ ജാതികളുടെ അനുസരണത്തിനായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശ്വാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നതുമായിട്ടുള്ള വാക്കുകൾക്ക്
ഉള്ളതായ വ്യത്യസ്തമായിട്ടുള്ള തലത്തെക്കുറിച്ചൊരു സൂചന നൽകുന്നതായിട്ടുള്ള പ്രയോഗമാണിത് എന്ന് നമുക്ക് കാണാം. വിശ്വാസം എന്ന് പറയുന്ന ആ വാക്ക് പോലും ഇന്ന് ക്രിസ്തീയ ലോകത്ത് വളരെയേറെ അയോഗ്യമായി മനസ്സിലാക്കിയിട്ടുള്ള, ധരിച്ചിട്ടുള്ള ഒരു വാക്കാണ്. നമുക്കറിയാം, ഇന്ന് വിശ്വാസം എന്ന് പറയുമ്പോൾ വചനത്തിൽ തന്നെ വിശ്വാസം പല തലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നീ വെറും വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുമോ? പിശാചുക്കളും, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നതോ? പിശാചുക്കളും വിശ്വസിക്കുക മാത്രമല്ല വിറയ്ക്കുകയും കൂടി ചെയ്യുന്നു, അതിനാൽ രക്ഷിക്കപ്പെടുമോ? ഇല്ല. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് രക്ഷയ്ക്കായിട്ടുള്ളത് പൂർണ്ണത എന്നുള്ള നിലയിലും, അതുപോലെ തന്നെ അപൂർണമായിട്ടുള്ള നിലയിലും, അതുപോലെ തന്നെ തിരസ്കരിക്കപ്പെട്ടതായിട്ടുള്ള നിലയിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. നീയും നിന്റെ കുടുംബവും കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് പറയുമ്പോൾ ആ അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള വിശ്വാസം എന്നുള്ള പദം വളരെ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു പ്രയോഗമായിട്ടാണ് ഇരിക്കുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തെ ഒന്ന് രണ്ടായിട്ട് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പിശാചുക്കളും വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വിശ്വാസം ദൈവത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസം ഒരു തിരസ്കരിക്കപ്പെട്ട, ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ലാത്ത ദൈവത്തിലുള്ള ഒരു വിശ്വാസം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇവിടെ വിശ്വാസം എന്നുള്ള പദത്തിന് പകരം, അല്ലെങ്കിൽ രക്ഷ എന്നുള്ള പദത്തിന് പകരം അനുസരണം എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുമ്പോൾ ഈ വിശ്വാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം ശരിയായിട്ടുള്ള ഒരു വിശ്വാസം ഒരു ശരിയായ അനുസരണത്തിൻ്റെ വഴിയിലേക്കും ജീവിതത്തിലേക്കും നമ്മെ നയിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള സൂചന എന്ന് പറയുന്നത്. കേൾക്കുക, വിശ്വസിക്കുക, വിശ്വസിച്ചതിന് ശേഷം അനുസരണമില്ലാത്തതായിട്ടുള്ള ഒരു ജീവിതമാണ് ഉളവാകുന്നതെങ്കിൽ അത് പിശാചിനുളവാകുന്നതായ ഒരു വിശ്വാസം, അല്ലെങ്കിൽ പിശാചിന് ദൈവത്തെ സംബന്ധിച്ചുള്ളതായ ഒരു വിശ്വാസം എന്ന് മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രവൃത്തികളില്ലാത്ത വിശ്വാസം, അതും പിശാചിനുള്ള വിശ്വാസം അല്ല എങ്കിൽ പോലും, പ്രവൃത്തികളില്ലാത്ത വിശ്വാസം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള വിശ്വാസമല്ല. എന്നാൽ അതും പ്രകടിപ്പിക്കുവാനായിട്ട്, വിശദീകരിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വിശ്വാസം എന്നുള്ളത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് വിഭാഗത്തിലാണ്, നമ്മളുടെ ഏത് തലത്തിലുള്ള വിശ്വാസമാണ് നമ്മളിൽ ഉളവായിരിക്കുന്നത്? അത് വളരെ ഞാൻ വിചാരിക്കുന്നു, വിശ്വാസം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ആശ്രയത്തിൻ്റെ ഒരു തലമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നവരെ നമ്മൾ ഒരു വ്യവസ്ഥകളും ഇല്ലാതെ ആശ്രയിക്കും. ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായും നമ്മുടെ എല്ലാ അവസ്ഥകളിലും ആശ്രയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ വിശ്വാസത്തിന് അപാകതകളുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ വിശ്വാസം എന്ന് പറയുമ്പോൾ അതിനകത്ത് സമർപ്പണമുണ്ട്. സമർപ്പണമില്ലാത്തതായിട്ടുള്ളൊരു വിശ്വാസവും ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള വിശ്വാസമല്ല. ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുവാനോ സമർപ്പിക്കുവാനായിട്ടോ ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ആ വിശ്വാസം ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള വിശ്വാസമല്ല. ഞാൻ വിശ്വസിക്കുന്നു, ഏൽപ്പിച്ചു തരുന്നു, പക്ഷെ ഞാൻ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു വിശ്വാസവും ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ജാതികളുടെ അനുസരണത്തിനായിട്ട് എന്ന് പറയുമ്പോൾ വിശ്വാസത്തിലൂടെ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ തുടർന്നുണ്ടാകേണ്ടതായിട്ടുള്ള ഒരു വലിയ രൂപാന്തരമാണ് അവർ ദൈവത്തെ അനുസരിക്കുന്നവരായിട്ട്, അല്ലെങ്കിൽ ദൈവജനത്തെ അനുസരിക്കുന്നവരായിട്ട് അവർ തീരുന്നു എന്നുള്ളത്. അതുകൊണ്ട് നമ്മളുടെ വിശ്വാസം അനുസരണത്തിലേക്ക് വന്നിരിക്കുന്ന, അനുസരണത്തിലേക്ക് നടത്തുന്ന, അല്ലെങ്കിൽ നയിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വിശ്വാസമാണോ, അതോ കേവലം ഉപരിപ്ലവമായിട്ടുള്ള ദൈവത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള നമ്മുടെ ബുദ്ധിയിൽ ഉളവായിരിക്കുന്നതായ ചില അറിവുകൾ മാത്രമാണോ എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ ബുദ്ധിയിൽ നാം ശേഖരിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള ചില അറിവുകൾ പലപ്പോഴും നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷമായിട്ട് ഭവിക്കാറുണ്ട് എന്ന് ഞാനിങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് അനേക ആളുകളുടെ ജീവിതത്തിൽ നിന്നും അത് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പം ബൈബിളിനെ സംബന്ധിച്ച് വല്ല ക്വിസ് ഇടുകയോ പരീക്ഷ ഇടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല മാർക്ക് മേടിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകളെ ഒരുപക്ഷെ നാം കണ്ടിട്ടുണ്ടാവും.
എന്നാൽ ബൈബിളിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള അവരുടെ ജ്ഞാനമാണ് നമുക്കവിടെ വെളിവാകുന്നത്. എന്നാൽ ദൈവവചനത്തോടുള്ള അനുസരണമോ ദൈവത്തോടുള്ള ഭയമോ എന്നുള്ള നിലയിൽ വന്നു കഴിയുമ്പോൾ അത് വളരെ അപര്യാപ്തമാണ്, അല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ച് താല്പര്യമില്ലാത്തതായിട്ടുള്ള ധാരാളം ആളുകളും ഇങ്ങനെ ദൈവവചന മത്സരങ്ങളിലൊക്കെ സമ്മാനം മേടിക്കുന്നതായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള അനുസരണത്തിൻ്റെ വഴിയിലേക്ക് വരുമ്പോൾ അവർ തികച്ചും ഒരു വട്ടപൂജ്യമായിരിക്കുന്നു എന്ന് ഞാൻ അനേകരെ ഈ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കാലങ്ങളിലില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ദൈവവചനം പഠിക്കുക എന്ന് പറയുന്നത് പോലും എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നാം വളരെയേറെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ദൈവവചനത്തിൻ്റെ അനേക വാക്യങ്ങൾ മനഃപ്പാഠം പഠിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്തിനു വേണ്ടിയാണ് നാം മനഃപ്പാഠം പഠിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ദൈവവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നാം ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്? ഇതിനെല്ലാം ഒരു ദൈവവചന പ്രകാരമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ല എങ്കിൽ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. പലപ്പോഴും ഈ ഒട്ടും വഴങ്ങാത്തതായിട്ടുള്ള സഭകളിലെ അനേകം ആളുകളെയും പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ വചനത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ശരിയായ കുറേ അറിവുകൾ അവർക്കുണ്ടാകും, കുറേ തെറ്റും കാണും. എന്നാലും കുറേ വചനത്തെ സംബന്ധിക്കുന്നുള്ളതായ അറിവ് അവരെ യഥാർത്ഥത്തിൽ ഒരു മാനസാന്തരത്തിലേക്കോ താഴ്മയിലേക്കോ അല്ല, മറിച്ച് അവരെ ഒരു അഹങ്കാരത്തിലേക്ക് അല്ലെങ്കിൽ നിഗളത്തിലേക്ക് നയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കാൻ തുനിഞ്ഞാൽ അവരതിന് ഉടനെ തന്നെ എന്തെങ്കിലും മറുവാക്യങ്ങളും ഒക്കെ എടുത്ത് അതിനെ ഖണ്ഡിക്കാനും അങ്ങനെ ഖണ്ഡിക്കുന്നതിൽ അവർക്ക് പ്രത്യേകമായ ഒരു താല്പര്യവുമുള്ളതായിട്ട് പലപ്പോഴും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരെ പഠിച്ചു വച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതിനപ്പുറം എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പഠിക്കുക എന്നുള്ള ലക്ഷ്യമൊന്നും അവർക്ക് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവവചന പഠനം അത് നമ്മളുടെ അനുസരണത്തിലേക്ക് മാറുകയാണെങ്കിൽ നാം കൂടുതൽ കൂടുതൽ ദൈവത്തിന് പ്രയോജനമുള്ളവരായും ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരായും നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ രൂപാന്തരം ഉണ്ടായിട്ട് നമുക്ക് അനുഗ്രഹമായി തീരുവാനും ഇടയാകും. പലപ്പോഴും സൺഡേ സ്കൂള് ആവശ്യമാണ്. എന്നാൽ സൺഡേ സ്കൂള് എടുക്കുന്ന ടീച്ചർമാർ, അത് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സൺഡേ സ്കൂളിലുള്ള സഭകളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെറുപ്പത്തിൽ ഒത്തിരി പഠിപ്പിച്ചു വിടുകയും എന്നാൽ അവരുടെ ബുദ്ധിതലത്തിൽ അവർ ചെറുപ്പമായിരിക്കുമ്പോൾ അവർക്ക് ഒത്തിരി പഠിക്കാനായിട്ടുള്ള പ്രത്യേക കഴിവുകൾ അവർക്കുണ്ട്. പക്ഷേ ഈ പഠിക്കുന്ന കാര്യങ്ങൾ അവർ ജീവിതത്തിലേക്ക് പകർത്തുവാനായിട്ട് കഴിയുന്ന നിലയിൽ വേണം അവരെ ഈ ക്ലാസ്സുകൾ പോലും ക്രമീകരിക്കേണ്ടത്. പലപ്പോഴും ഒരു ഭൗതിക വിദ്യാഭ്യാസം പോലെ, സെക്കുലർ വിദ്യാഭ്യാസം പോലെ ബൈബിളിനെ സംബന്ധിച്ച് ഒരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതിൽ ആണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ സഭകളിലെ ദൈവവചന പഠനവും അല്ല എങ്കിൽ സൺഡേ സ്കൂൾ പഠനവും ഒക്കെ ഇരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സെമിനാരികളിലും ബൈബിൾ കോളേജുകളിലും ഒക്കെ ദൈവവചനത്തെ അവരെ കാണുന്നതും അതിനെ പഠിക്കുന്നതുമൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു തലത്തിലാണ് എന്ന് നമുക്ക് കാണാം. ദൈവവചനം പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു സഭയുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ സഭയിലും കുടുംബത്തിലും ഒക്കെ ദൈവവചനം നാം പഠിപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളതായിട്ടുള്ള മാതൃകകൾ ഉള്ളവരും ആ മാതൃകകളോട് ചേർന്ന് ആളുകൾ പഠിക്കുകയും ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അനുദിനം രൂപാന്തരപ്പെട്ട് പഠിക്കുമ്പോഴാണ് അത് അനുഗ്രഹമായി തീരുന്നത്. അതല്ല എങ്കിൽ കുറച്ചു കാലം ബൈബിളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 1-2 ഡിഗ്രിയൊക്കെ ഒരു ബൈബിൾ കോളേജിൽ നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ ഒരു 10 ക്ലാസ് പാസ്സാവുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നതായിട്ടുള്ള മനോഭാവം എന്ന് പറയുന്നത് ആരും എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ അത്യാവശ്യം ഞാൻ ഉപദേശിക്കാൻ പ്രാപ്തനാണ്, ഇനി എനിക്ക് ആരുടെയും ഒന്നും കേൾക്കേണ്ടതായിട്ടുള്ള ആവശ്യവുമില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് അനുസരണം കൂടാതെ നാം ഈ വിവരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ശേഖരിച്ചു വെക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അക്ഷരം കൊല്ലുന്നു എന്നും അറിവ് ചീർപ്പിക്കുന്നു എന്നും ഒക്കെ പറയുന്നത് ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ വിശ്വാസം അനുസരണത്തിലൂടെ വെളിപ്പെടുന്നതായിട്ടുള്ള വിശ്വാസമാണെങ്കിൽ മാത്രമേ അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുകയുള്ളൂ.
അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ക്രിസ്തു ഞാൻ മുഖാന്തരം വചനത്താലും പ്രവൃത്തിയാലും അതുപോലെ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ട്, ഈ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളും അതിന് ഒരു മുഖാന്തരം മാത്രമാണ് ഞാൻ, അല്ലാതെ എന്നിൽ നിന്ന് ഉളവായതല്ല ഒന്നും. വചനം എന്നിൽ നിന്നല്ല, പ്രവൃത്തി എന്നിൽ നിന്നല്ല, അടയാളങ്ങളും അത്ഭുതങ്ങളും എന്നിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മറ്റ് ഉണ്ടായതായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും എന്നിൽ നിന്നല്ല, മറിച്ച് ഞാൻ മുഖാന്തരം ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മഹത്വവും ദൈവത്തിനാണ്. അതുകൊണ്ടാണ് ദൈവസംബന്ധമായി മാത്രമേ എനിക്ക് പ്രശംസയുള്ളൂ, അല്ലാതെ എന്നിൽ തന്നെ എനിക്ക് പ്രശംസയില്ല. ക്രിസ്തുയേശുവിൽ മാത്രമേ എനിക്ക് പ്രശംസയുള്ളൂ, എന്നിൽ തന്നെ എനിക്കൊരു പ്രശംസയ്ക്കും അവകാശമില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അങ്ങനെ ഞാൻ 19ാമത്തെ വാക്യം, അല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. അങ്ങനെ മിണ്ടുവാനായിട്ടുള്ള യാതൊരു അവകാശവും എനിക്കില്ല, അതുകൊണ്ട് ഞാൻ അതിനെ തുനിയുന്നില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലൂര്യ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ഓരോ ദേശങ്ങളിൽ പോയി, ഓരോ പട്ടണങ്ങളിൽ പോയി, ഗ്രാമങ്ങളിൽ പോയി, അങ്ങനെ സുവിശേഷമൊക്കെ പ്രസംഗിച്ച് ചുറ്റി സഞ്ചരിച്ച് സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. അതായത് താൻ ചെയ്യാനിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ പൂരിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് ഈ പൂരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ 23ാമത്തെ വാക്യത്തിൽ വായിച്ചാൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് കഴിയും, ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും. അതായത് പൗലോസ് അപ്പോസ്തലൻ അഖായ, മക്കെദോന്യ പ്രദേശങ്ങളിലും ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇല്ലൂര്യ ദേശത്തോളം എല്ലാം ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിച്ചു. അവിടെ തൻ്റെ ഉത്തരവാദിത്വം താൻ പൂർത്തിയാക്കി. ഇനി ഈ ദിക്കുകളിൽ എനിക്ക് പ്രസംഗിക്കാൻ സ്ഥലമില്ല. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ സുവിശേഷ പ്രവർത്തനത്തിൽ നാം പലപ്പോഴും നമ്മുടെ ചില മനോഭാവങ്ങൾ എന്ന് പറയുന്നത് ദൈവവചനത്തിനോട് അത്രത്തോളം നീതി പുലർത്തുന്നതാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല, അവനെക്കുറിച്ച് അറിവ് കിട്ടിയില്ലാത്തവർ കാണും, കേട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ സുവിശേഷം അറിയിപ്പാൻ ഞാൻ അഭിമാനിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ അറിഞ്ഞിട്ടുള്ള സുവിശേഷം അറിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തല്ല, അറിയത്തില്ലാത്ത ഒരു സ്ഥലത്തേക്ക് സുവിശേഷം അറിയിക്കാനായിട്ട് പോകണം. മറ്റൊരാളുടെ അടിസ്ഥാനത്തിന്മേൽ പണിയുക എന്നുള്ളതല്ല, ക്രിസ്തുവിൻ്റെ നാമം അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലത്തേക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന്. അങ്ങനെ പോയി അനേക ദേശങ്ങളിൽ പോയി അവിടെയൊക്കെ സുവിശേഷം പറഞ്ഞു. എല്ലായിടത്തും ഒന്നും സഭയുണ്ടായിട്ടില്ല, നമുക്കറിയാം. എത്രയോ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചിട്ടുണ്ടാവണം. അക്കായ, മക്കെദോന്യ പ്രദേശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമുക്കറിയാവുന്നതായിട്ട് ചില സഭകളുണ്ട്. ഫിലിപ്പിയ സഭ അവിടെയാണ്, തെസ്സലോനിക്ക സഭ അവിടെയാണ്, കൊരിന്ത് സഭ അവിടെയാണ്, കൊലോസ്യ സഭയും അവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ സഭയുണ്ടായിട്ടുള്ളൂ. പക്ഷേ ആ ദേശത്തെല്ലാം ചുറ്റി സഞ്ചരിച്ച് പൗലോസ് അപ്പോസ്തലൻ പ്രവർത്തിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലന്റെ പ്രവർത്തനത്താൽ, ഞാൻ ഇവിടെ ഒന്ന് വായിച്ചത്, പ്രവർത്തനത്താൽ ആ കാലഘട്ടങ്ങളിൽ 14ഓളം സഭകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, വായിച്ചിട്ടുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സുവിശേഷം വന്നിട്ട് എത്രയോ നൂറ്റാണ്ടുകളായി. 1ാമത്തെ നൂറ്റാണ്ടിൽ തന്നെ, AD 52 തന്നെ ഏതോ ഒരു മിഷണറി ഇന്ത്യയിൽ വന്നിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കേരളത്തിൽ വന്നിരുന്നു. അതിനുശേഷം നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് ഈ ദേശങ്ങളിലൊക്കെ ഓരോ വീടുകളിലും 10, 50, 60, 100 പ്രാവശ്യം വിവിധ സഭകളിൽ നിന്നുള്ള ആളുകൾ പോവുകയും സുവിശേഷം അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സുവിശേഷം അതിൻ്റെ പൂർണ്ണതയിലോ കൃത്യതയിലോ ആയിരിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും, കർത്താവായ യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്നും ആ യേശുക്രിസ്തുവിലൂടെ രക്ഷയുണ്ട് എന്നുമുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും പ്രസംഗിക്കാത്തതായിട്ടുള്ള വീടുകളൊന്നും നമ്മുടെ ദേശത്തില്ല. എന്നാലും ആളുകൾക്ക് അതിനോട് ചേരുവാനായിട്ട്, അത് വിശ്വസിക്കുവാനായിട്ട് താല്പര്യമില്ല. അവരവരുടെ തലമുറകളെ അതിനെ അനുവദിക്കുന്നില്ല. അങ്ങനെ ദൈവസന്നിധിയിൽ യാതൊരു താല്പര്യവും ഇല്ലാത്ത ആളുകളുടെ ഒരു ഇടയ്ക്കാണ് നാം പലപ്പോഴും വീണ്ടും വീണ്ടും ഈ സുവിശേഷം അറിയിക്കാനായിട്ട് പോവുകയും എന്നാൽ അതുകൊണ്ട് യാതൊരു ഫലവും ഈ നാളുകളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത്. മനുഷ്യൻ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും അങ്ങനെ കൂടുതൽ കൂടുതൽ കഠിന ഹൃദയരായിട്ട്
മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരാൾ സുവിശേഷം കേൾക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ അവനെ തന്നെ താഴ്ത്തി മാനസാന്തരപ്പെടാനായിട്ട് കൂട്ടാക്കുന്നുവെങ്കിൽ, അവന് പാപബോധം വരികയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം അവന് കൃപ കൊടുക്കുകയും അവന് വിശ്വാസത്തിലേക്ക് അവന് വരികയും ചെയ്യും. എന്നാൽ പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്നത് ഓരോ ആളുകളെ നമ്മളങ്ങനെ കണ്ട് സംസാരിച്ച് അങ്ങനെ എത്രയോ വർഷങ്ങൾ, അനേക വർഷങ്ങൾ അവരുടെ കൂടെ നടന്ന് അവരെ ഒന്ന് ഒരു ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ അങ്ങനെ വളരെ മാനസികമായ വൈകാരികമായ സമ്മർദ്ദത്തിലൂടെ കടത്തിവിട്ട് ഒരു ബലപ്രയോഗത്തിലൂടെ ആളുകളെ രക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആളുകളെ ഒന്ന് ഏറ്റുപറയിപ്പിക്കുന്നു. അതിനുശേഷം വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞൊന്ന് സ്നാനപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഈ നാളുകളിൽ നമുക്ക് ഈ സുവിശേഷത്തിൻ്റെ അതിപ്രസരം കൊണ്ട് ഉണ്ടായിട്ടുള്ളതായ ഒരു പ്രശ്നം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. സുവിശേഷം കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടാൻ കൂട്ടാക്കുന്നുവെങ്കിൽ അപ്പോൾ തന്നെ അത് അവൻ്റെ ഹൃദയത്തിൽ അത് വരികയും അത് താൻ മാനസാന്തരത്തിലേക്ക് വരികയും വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും എവിടെയെങ്കിലും ഞാനിങ്ങനെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ആരെങ്കിലും പള്ളിയിൽ പോകാതെയോ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ അമ്പലങ്ങളിലോ ഒന്നും അങ്ങനെ പോകാൻ വലിയ താല്പര്യമില്ലാത്ത, അങ്ങനെ അവരോടൊക്കെ ഇടഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ അവരോട് സുവിശേഷം പറയുവാനായിട്ട് ഒരു പ്രത്യേക താല്പര്യം ആളുകൾക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ ഒരുപക്ഷെ വളരെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആരുമായിട്ടും ഒരു ബന്ധവുമില്ലാതിരിക്കുന്ന ഒരാളെ സ്വാധീനിക്കാൻ കഴിയുക എന്ന് പറയുന്നത് എളുപ്പമാണ് താരതമ്യേന. എന്നാൽ വളരെ ശക്തമായ വ്യക്തിബന്ധങ്ങളും ആത്മീയ ബന്ധങ്ങളും, അതായത് ശരിയായിട്ടുള്ളതല്ല തെറ്റായിട്ടുള്ളതാണെങ്കിലും ആത്മീയ ബന്ധങ്ങളുമുള്ള ആളുകളെ അവരിൽ നിന്നും അടർത്തിയെടുക്കുവാനായിട്ട് പലപ്പോഴും വളരെ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് അവരോട് സംസാരിച്ച് അപ്പോൾ പിന്നെ അവരെ ഒന്ന് സഭയിൽ കൊണ്ടുവരാം. എന്നാൽ അവരെ എങ്ങനെ ആ സഭയിൽ ഉടക്കന്മാരായിട്ടും പ്രശ്നക്കാരായിട്ടും നിന്നോ അവരെ വീണ്ടും ഈ ദൈവസഭകളിൽ വന്നിട്ടും അതേ സ്വഭാവം കാണിക്കുകയും അത് ദൈവസഭകളുടെ പരാജയത്തിന് ഒത്തിരി ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് ഒരു സഭ ഒരു ദേശത്തുണ്ടായാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ ദേശത്ത് ഒരു വെളിച്ചമായി ആ സഭ നിലനിൽക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിലും ഈ കാലഘട്ടത്തിൽ സഭകളൊക്കെയും പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയുമ്പോൾ അത് നമ്മളിലുള്ള വെളിച്ചത്തെ കണ്ടിട്ടാണ്. ഒരുപക്ഷെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ മനസ്സിലാകാത്ത ആളുകൾക്ക് ആ സുവിശേഷത്തിൻ്റെ സന്ദേശത്തിൻ്റെ വെളിച്ചം നമ്മളുടെ ജീവിതത്തിലൂടെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് നമ്മളിലേക്കല്ല നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ക്രിസ്തുവിലേക്ക് ആകർഷണം അവർക്കുണ്ടാകുകയും അവര് നമ്മെ സമീപിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ മറുവശം. എന്നാൽ ഇന്ന് അതിനും സാധ്യതയില്ലാത്തൊരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം സഭ എന്നോ അല്ലെങ്കിൽ പെന്തക്കോസുകാരെന്നോ വിശ്വാസികളെന്നോ ഒക്കെ പറഞ്ഞ് കേട്ടാൽ, അല്ലെങ്കിൽ പാസ്റ്റർമാരെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇന്ന് ആളുകൾക്കുണ്ടാകുന്നത് ഒരു ബഹുമാനമല്ല, സ്നേഹമല്ല, മറിച്ച് ഒരുതരം പുച്ഛവും അവമതിപ്പുമാണ് എന്നുള്ളത് എത്രയോ സങ്കടകരമാണ്. അപ്പോൾ സുവിശേഷം സത്യമായി പ്രസംഗിക്കാനായിട്ട് പരാജയപ്പെടുകയും അതുപോലെ തന്നെ സുവിശേഷം സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ അവരൊരു വെളിച്ചമായിട്ട് മറ്റുള്ളവർക്ക് തീരുന്നില്ല എന്നുള്ളതും ഒരു വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സുവിശേഷത്തോടോ സഭയോടോ ആളുകൾ ആകർഷിക്കപ്പെടുകയല്ല, മറിച്ച് വികർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, എത്രയോ പരിതാപകരമാണ് ആ അവസ്ഥ എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് പലപ്പോഴും പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എത്രയോ വർഷങ്ങളായി ആളുകൾ രക്ഷിക്കപ്പെട്ടിട്ട് ഈ വിശ്വാസത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് ഒരു ആവറേജ് ലൗകിക മനുഷ്യൻ്റെ നിലവാരം പോലും വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളുടെ ജീവിതത്തിൽ ഇല്ലല്ലോ. അതല്ല എങ്കിൽ ഈ വിശ്വാസികളോട് ഇടപെടാനായിട്ട് വളരെ സൂക്ഷിക്കണം, അവരൊക്കെ ഒരു മര്യാദയില്ലാത്തവരും മുശടന്മാരും ഒക്കെയാണ്, അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് മറ്റ് അവിശ്വാസികളുമായിട്ടുള്ള ഇടപാടുകൾ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പരിധിവരെ അത് ശരിയാണ് എന്ന് നമുക്കെല്ലാവർക്കും നമ്മളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള പല ആളുകളെ കണ്ടതിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലായിട്ടുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രിസ്തുവിൻ്റെ നാമത്തിന് നിന്ന് വരുത്തുന്ന, ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമായി തീരേണ്ടതായിട്ടുള്ള ആളുകൾ ക്രിസ്തുവിൻ്റെ നാമത്തിന് നിന്ന് വരുത്തുന്നതായിട്ടുള്ള ആളുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം.
അനേക വർഷങ്ങൾ 5ഉം 10ഉം നമ്മുടെ കൂടെയുള്ള വിശ്വാസികളൊക്കെയും എത്രയോ വർഷങ്ങളായിട്ട് ഈ വിശ്വാസത്തിലേക്ക് വരികയും നിലനിൽക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ്. കഴിഞ്ഞ 5ഓ 10ഓ 15ഓ 20ഓ 30ഓ 40ഓ 50ഓ വർഷങ്ങളായിട്ട് ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുകയും, എന്നാൽ അതിൻ്റേതായിട്ടുള്ള യാതൊരു വക ജീവിത നവീകരണവും നമ്മളിൽ ഉളവായിട്ടില്ല എങ്കിൽ നമ്മളുടെ വിശ്വാസം യഥാർത്ഥത്തിൽ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ശരിയായിട്ടുള്ള വിശ്വാസമാണ് എങ്കിൽ അത് തീർച്ചയായും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ, കാഴ്ചപ്പാടുകളെ, രീതികളെ ഒക്കെ ഉളവാക്കും. നമ്മളിൽ ഉള്ള വിശ്വാസം നല്ലതായിട്ടുള്ള ഒരു നിലയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ, പ്രവർത്തന മണ്ഡലത്തിലേക്ക് നമ്മളുടെ വിശ്വാസം നമ്മളെ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ, നമ്മളിലുള്ള വിശ്വാസം തന്നെ അത് തെറ്റാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത്, ഞാൻ വീണ്ടും വീണ്ടും ഞാനൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആയിട്ടുള്ളവർ ആരൊക്കെ ഉണ്ട് എന്ന് ഒക്കെ അന്വേഷിച്ചും എല്ലാവരെയും കുറ്റം വിധിച്ച് നടക്കുക എന്നുള്ളതല്ല നാം ചെയ്യേണ്ടത്. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. നാം തന്നെ വിശ്വാസത്തിൽ തന്നെ ആണോ എന്ന് തന്നെ ഒന്ന് പരിശോധിക്കണം. അങ്ങനെയാണല്ലോ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ചതായിട്ടുള്ള കൊരിന്ത്യർ സഭയോട് പൗലോസ് അപ്പോസ്തലൻ തന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആവശ്യപ്പെടുന്നത്. നാം വിശ്വാസത്തിൽ തന്നെയാണോ? ഒരുപക്ഷെ വിശ്വാസത്തിൽ നിന്ന് ഒത്തിരി പിന്മാറ്റം പോയതിന് ശേഷം വിശ്വാസത്തിലാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയോടുകൂടി ചില ആചാരാനുഷ്ഠാനങ്ങളിൽ പുലർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് അനേകരും അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ലജ്ജിച്ചു പോകുവാനായിട്ട് നമുക്ക് ഇടവരരുത്. ഒരുപക്ഷെ ഒരു കാലത്ത് വിശ്വസിച്ചവരും വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ തങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയവരുമായിട്ടുള്ള ആളുകൾ പോലും കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ലജ്ജിച്ചു പോകുന്നതായിട്ട് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. അത് അനുസരണം ഉളവാക്കുന്നതായിട്ടുള്ള വിശ്വാസമാണോ എന്ന് നമുക്കതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നാം വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട്, സഭയായി ലോകത്തിൻ്റെ ഒരു പ്രകാശമായി തീരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പരിപാടിയാണ്. അതിൽ തികച്ചും ഒത്തിരി പോരായ്മകൾ നമ്മുടെ എല്ലാവരുടെയും സഭയായിട്ടും വ്യക്തികളായിട്ടും നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. നാം നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ സഭയിലേക്കും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല. നമ്മുടെ വെളിച്ചമല്ല, ക്രിസ്തു നമ്മളിലൂടെ പ്രകാശിച്ചിട്ട് ആ ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മളിലൂടെ ലോകം കാണേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് സഹോദരി സഹോദരന്മാർ ആലോചിക്കുകയും അവരുടെ ആലോചനകൾ ഒക്കെ നമുക്ക് ഒത്തൊരുമിപ്പിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന കാലങ്ങളിൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. നാം കേവലം ഒരു സഭായോഗം കൊണ്ടോ അല്ലെങ്കിൽ സഭായോഗങ്ങൾ കൊണ്ടോ ചില ബൈബിൾ ക്ലാസ്സുകൾ കൊണ്ടോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരോ അടങ്ങി നിൽക്കേണ്ടവരോ അല്ല. ലോകത്തിന് പ്രകാശം പരത്തേണ്ടവരാണ് നാം എന്നുള്ളതും നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരിക്കലും നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ആംഗ്യങ്ങൾ പോലും ഒരിക്കലും ദൈവനാമത്തിന് നിന്ദയായിട്ടോ ദൈവസഭയ്ക്ക് ഇടർച്ചയായിട്ടോ വരുവാനായിട്ട് പാടുള്ളതുമല്ല എന്നുള്ളതും നാം ഓർക്കുമല്ലോ. ശരി, ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മളുടെ പ്രശംസ എന്താണ് എന്ന് നാം കണ്ടു. പ്രശംസിക്കാൻ എന്താണ് നമുക്കുള്ളതെന്ന് നാം കണ്ടു. ഒന്നുമില്ല. ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് മാത്രമാണ് നമ്മളുടെ പ്രശംസ. നമ്മളുടെ വിശ്വാസം അനുസരണവും സമർപ്പണവും ആശ്രയവും ഒക്കെ ഉളവാക്കുന്നതാണോ? പ്രവൃത്തികൾ ഉളവാക്കുന്നതായിട്ടുള്ള വിശ്വാസമാണോ? അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള വിശ്വാസമെന്ന് അതിനെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ലോകത്തിന് നാം ഒരു പ്രകാശമായിട്ടാണോ ഇരിക്കുന്നത്? ആളുകൾ നമ്മെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആദ്യമായി നമ്മുടെ ദേശത്ത് സുവിശേഷം പറഞ്ഞപ്പോൾ ഉണ്ടായ സഭകൾ അല്ലെങ്കിൽ കൂട്ടങ്ങൾ പിന്നീട് അവരിലേക്ക് ദൈവം യഥാർത്ഥത്തിൽ അയക്കുകയാണ് ചെയ്യുന്നത്. അതും അങ്ങനെയും ഒരു തലമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു സഭ ദൈവപ്രസാദകരമായിട്ട് ഒരിടത്തുണ്ടെങ്കിൽ ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിക്കുകയും ദൈവത്തെ പിന്തുടരുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സഭയുണ്ടെങ്കിൽ അവിടെ ദൈവം ആ സഭയിലേക്ക് ആളുകളെ അയക്കും. അത് ഒരു ദൈവിക പരിപാടിയാണ്. ദൈവം തൻ്റെ സർവ്വ അധികാരത്തിലും നമ്മുടെ അടുക്കിലേക്ക് അയക്കുന്നതാണ്. അല്ല, നാം തന്നെയും ഒരു രൂപാന്തരമില്ലാത്ത ഒരു ജീവിതം ജീവിക്കുകയും നമ്മളുടെ ഉപദേശങ്ങളും രീതികളും ജീവിതങ്ങളും ഒക്കെ വളരെ മോശമായിരിക്കുകയും ചെയ്താൽ
തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മുടെ അടുക്കിലേക്ക് ഒരാളെ അയച്ചിട്ട് പ്രത്യേകിച്ചൊന്നും നേടുവാനായിട്ട് കഴിയില്ല. ഒരുപക്ഷെ അവർക്ക് അവരുടെ ജീവിതത്തിൽ നിരുത്സാഹമായിരിക്കും വരുവാനായിട്ടുള്ള സാധ്യത. അതുകൊണ്ട് സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെയും നാം ചെയ്യുന്നതോട് കൂടി തന്നെ നാം ഒരു സഭയായി, കുടുംബങ്ങളായി, നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളായും ദൈവസന്നിധിയിൽ സ്വീകാര്യരായി തീരണം. പ്രത്യേകിച്ച് ഒരു സഭ, ഒരു ശരീരം എന്ന പോലെ മുമ്പോട്ട് പോകുമ്പോഴാണ് കർത്താവിന് ഒരാളെ ആ സഭയിലേക്ക് അയക്കുവാനായിട്ട് കഴിയുള്ളൂ. എന്തായാലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല ആളുകളെയും ദൈവം നമ്മളുടെ അടുക്കിലേക്ക് അയച്ചിട്ടുണ്ട്. നാം അന്വേഷിച്ച് പോയി കണ്ടവരല്ല, മറിച്ച് പലരും നമ്മെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നവരാണ്. ദൈവം നമ്മളെ അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ നാം അതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടവരല്ല. നമ്മളുടെ പരാജയങ്ങൾ, നാം രൂപാന്തരപ്പെടേണ്ടതായിട്ടുള്ള മേഖലകൾ ധാരാളം ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നാം ഒരിക്കലും തൃപ്തരായി നിൽക്കുവാനായിട്ടല്ല. നാം കർത്താവിനോട് കൂടുതൽ എടുക്കുന്തോറും കർത്താവ് നമ്മളോട് കൂടുതൽ കൂടുതൽ നമ്മളോട് കരുണ കാണിക്കുന്തോറും ദൈവസന്നിധിയിൽ കൂടുതൽ താഴ്ന്ന് ദൈവപ്രസാദകരമായി ജീവിക്കുവാൻ നമ്മളെല്ലാവരെയും സഭയായ ദൈവം സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.